ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ +1 എക്കണോമിക്സിൽ പഠിക്കാനുള്ള കോറിലേഷൻ അഥവാ സഹബന്ധം ആ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരുന്നത് സ്കാറ്റർ ഡയഗ്രാം വരക്കാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്കാറ്റർ ഡയഗ്രാം വരക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. എന്താ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കാറ്റർ ഡയഗ്രത്തിന്റെ സഹായത്തോടെ താഴെ തന്നിരിക്കുന്നത് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ യൂസിംഗ് ദ സ്കാറ്റർ ഡയഗ്രാം റെപ്രസെന്റ് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. യൂസിംഗ് സ്കാറ്റർ ഡയഗ്രാം റെപ്രസെന്റ് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യം സ്കാറ്റർ ഡയഗ്രാം വെച്ചിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറഞ്ഞത്. 1 പോസിറ്റീവ് കോറിലേഷൻ, 2 നോ കോറിലേഷൻ, 3 പെർഫെക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് 4ാമത്തെ നെഗറ്റീവ് കോറിലേഷൻ. ഇത് 4 ചിത്രീകരിക്കാൻ പറഞ്ഞത്. ആകെ 5 നിങ്ങൾ പഠിച്ചാൽ മതി. എത്ര പഠിച്ചാൽ മതി? 5 പഠിച്ചാൽ മതി. നമുക്ക് 5ഉം ഓരോന്നായിട്ട് പഠിക്കട്ടോ. അപ്പൊ അതിന് ആദ്യമായിട്ട് ഞാൻ ഓരോന്ന് വരച്ചോളും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എക്സ് ആക്സും വൈ ആക്സും വരച്ചേക്കണം ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 5 ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നോക്കിക്കോളും. നമ്മൾ ഈ പറഞ്ഞ 5 നമ്മൾ ഈസി ആയിട്ട് വരച്ച് പഠിക്കാൻ പോകണേ. അപ്പൊ ഇനി നോക്കിക്കോളൂ, നമുക്കിത് ഈസിയാണ് ചെയ്യാൻ. വളരെ ഈസി ആയിട്ട് എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പരീക്ഷയ്ക്ക് 4 മാർക്ക് എനിക്ക് ചോദ്യം ഉണ്ടാവുക. ഇനി ഇതിന്റെ 5ാമത്തെ അവസാനത്തെ ടൈപ്പാണ് നോ കോറിലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം വൃത്തിയായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഏരിയകൾ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞ കോറിലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും. അപ്പൊ ചോദ്യം ഇവിടെ കണ്ടത് നിങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഏതാണ് നമ്മൾ ആദ്യം പറയാൻ വന്നത്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് സഹബന്ധമാണ് കാണിക്കുന്നത്. രണ്ടാമത്തത് കാണിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് സഹബന്ധമാണ്. എന്താണ്? നെഗറ്റീവ് സഹബന്ധം. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ആദ്യം നമുക്ക് വേണ്ടത് പോസിറ്റീവ് കോറിലേഷൻ കാണിക്കാനാണ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് കുറച്ച് ഞാൻ വരക്കുന്ന പോലെ കുറച്ച് എന്താണ് ഇൻഡു മാർക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അപ്പോർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻഡു മാർക്ക് അപ്പോർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരച്ചാൽ മാത്രം മതി. ഇത് മാത്രം വരച്ചാൽ നമുക്ക് എന്തായി പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫായിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ നേരെ താഴത്തേക്ക് എന്ത് ചെയ്യുക, ഇൻഡു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നോക്കിക്കോട്ടോ. ഇൻഡു മാർക്ക് താഴത്തേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ 3. ഓക്കെ, ഇൻഡു മാർക്ക് എന്ത് ചെയ്യുക, ഒരു 3 വെച്ചിട്ട് നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോസിറ്റീവ് കോറിലേഷൻ അതിലേറെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഇൻഡു മാർക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി പെർഫെക്റ്റ് പോസിറ്റീവ് ചോദിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പെർഫെക്റ്റ് പോസിറ്റീവും അതേപോലെ പെർഫെക്റ്റ് നെഗറ്റീവും ചോദിക്കും. ഓക്കെ, പെർഫെക്റ്റ് പോസിറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവും ചോദിക്കും. ആ സമയത്ത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഇൻഡു മാർക്ക് ഇല്ലേ, അതെന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡു മാർക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ലൈനിലായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുത്തൊക്കെ ലൈനിലാണ് കൊടുത്തത്. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് പെർഫെക്റ്റ് പോസിറ്റീവ് സഹബന്ധം, അല്ലെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് ഇതിനെ പറയാറുള്ളത്. അപ്പം അപ്പോർഡ് സ്ലോപ്പിങ്ങിനാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മൾ വീണ്ടും അതേപോലെയാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുക. എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് ലൈനിലാണ് നമ്മൾ വരച്ചത്, അങ്ങനെയല്ല വരക്കേണ്ടത്. ഇനി പെർഫെക്റ്റ് നെഗറ്റീവ് വേണം നമുക്ക് വരക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ലൈൻ ഇങ്ങനെ വേണം പോകാൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വേണം പോകാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡു മാർക്ക് നേരെ ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇൻഡു മാർക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി, വേറൊരു പണിക്കും നിങ്ങൾ നിൽക്കണ്ട. ഇതാണ് സംഭവം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ് ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഏറ്റവും ഈസി ആയിട്ടോ ഇങ്ങനെ വരക്കേണ്ടത്. വേറെ ഒന്നും ഇതിന്റെ പിന്നിലുള്ള ലോജിക്കിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, ജസ്റ്റ് ഇത് വരച്ച് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, പെർഫെക്റ്റ് നെഗറ്റീവ്, പെർഫെക്റ്റ് പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പോസിറ്റീവ് വരുമ്പോൾ കൂടിയിട്ടാണോ കുറച്ചിട്ടാണോ വരേണ്ടത്? കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. നിങ്ങൾ ആലോചിക്കുക, പെർഫെക്റ്റ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സാധാരണ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പ്ലസ് ഇട്ട് പോസിറ്റീവ് എഴുതാറുണ്ട് അല്ലെ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോക്കാം, നെഗറ്റീവ് എന്നതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മൈനസ് ഇട്ടും കാണിക്കാറുണ്ട് അല്ലെ, മൈനസ് ഇട്ടും കാണിക്കാറുണ്ട്. ഉറപ്പറിയാം. ഇനി ആ ഒരു ലോജിക്ക് നിങ്ങൾ എടുക്കുക. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടുക പ്ലസ് ചെയ്യാനുള്ള ചിത്രം അല്ലെ. കൂട്ടുമ്പോൾ ഒരു സാധനം എന്ത് ചെയ്യും, മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി, ഇതുപോലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറക്കാനാകുമ്പോൾ ആ സാധനം എന്ത് ചെയ്യും, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവും അതേപോലെ പെർഫെക്റ്റ് നെഗറ്റീവ്, അതേപോലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഇതിനോടൊക്കെ മനസ്സിലാക്കുക, പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടേയിരിക്കുക, കൂട്ടുമ്പോൾ എല്ലാം മുകളിലേക്കാണ് പോകും. അപ്പൊ നമ്മുടെ പോയിന്റ് മുകളിലേക്കാണ് പോകുന്നെങ്കിൽ അത് പോസിറ്റീവ്. ഇനി കുറക്കുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് പറഞ്ഞാൽ കുറക്കാന്നല്ല സൈൻ ഉള്ളത്. അപ്പൊ കുറക്കുക എന്ന് പറയുമ്പോൾ എല്ലാം താഴേക്കായിരിക്കും പോകേണ്ടിരിക്കുക. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഇനി പെർഫെക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക, ആ ലൈനിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയി മാറി. അത് അപ്വേർഡ് ആണ് മാർക്കെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവായി, ഡൗൺവേർഡ് ആണ് മാർക്ക് ചെയ്തെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവായി. ഇത്രയുള്ള വ്യത്യാസം. ഇനി അവസാനം ഞാൻ വരച്ച ഒരാളുടെ വേറെ ആരുമില്ല,
ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് കോറിലേഷൻ കാണിച്ചു കഴിഞ്ഞു. അവസാനം നമുക്ക് വരക്കാനുള്ള ആള് വേറെ ആരുമല്ല. ഇങ്ങനെ വെറുതെ കുറച്ച് റൗണ്ട് ചെയ്ത് പോയിന്റ് എടുക്കുക. നോക്കിക്കോളൂ, ആദ്യം ഒരു ഔട്ട്ലൈൻ എന്ത് ചെയ്യുക, റൗണ്ട് വെച്ചിട്ട് വരക്കുക. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൗണ്ടഡ് ഔട്ട്ലൈൻ എന്ത് ചെയ്യുക, വരച്ചുണ്ടാക്കുക. ഇപ്പൊ ഞാനിവിടെ ചെയ്ത കാര്യം തന്നെ എക്സ് വെച്ചിട്ട് ഇൻറ്റു മാർക്ക് വെച്ചിട്ട് ഞാനിവിടെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തല്ലേ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് മക്കളെ എന്ത് നമ്മുടെ നോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു സഹബന്ധം ഇല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്യും, പോയിന്റുകൾ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, ഒരു റിലേഷനും അവിടെ ഉണ്ടാവില്ല. അപ്പൊ നോ കോറിലേഷന്റെ ഗ്രാഫ് ഇതാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്ന് വരുന്നത് വരച്ച് പഠിച്ചു വെക്കണം. അപ്പൊ നമ്മളോട് ഇപ്പൊ നേരത്തെ ചോദിച്ചത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പം ചിത്രം നമ്മൾ വരച്ചതിൽ എ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞ നോ കോറിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ബി എന്ന് പറഞ്ഞതാണ് നോ കോറിലേഷൻ ആണ് വരുന്നത്. ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പെർഫെക്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ലാസ്റ്റ് നമുക്ക് പറഞ്ഞത് നെഗറ്റീവ് കോറിലേഷൻ ആയിരുന്നു അല്ലെ. നെഗറ്റീവ് കോറിലേഷൻ ഇതാണ് നമ്മുടെ ചിത്രം ഡി എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കാത്ത ഒരാള് പെർഫെക്റ്റ് പോസിറ്റീവ് മാത്രമാണ്, പക്ഷെ അയാളെ കൂടി എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു വെച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 5 വരി ചോദിക്കുക. ഇനി ഇത് എത്ര മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 മാർക്കിലേക്കും നാളത്തെ പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ അതിന്റെ പേര് വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.